ഹലോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? ഞാനിന്നൊരു കുഞ്ഞു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പികളൊക്കെയാണ് ഞാൻ ഇന്നിപ്പം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് 50 ഗ്രാം പട്ടയാണ്, കറുവാപ്പട്ട. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. 50 ഗ്രാം കറുവാപ്പട്ട. പിന്നെ ഇതിൻ്റെ കണക്കൊന്നുമില്ലാതെ ഇത്രയും ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇത്രയും കുരുമുളക് അതും ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചിക്കൻ തോരൻ വെച്ചിരുന്നു. അപ്പം അതിൻ്റെ ക്യാമറ ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. അത് ഞാനെടുത്തത് ശരിയായില്ല. കാരണം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പം കുഞ്ഞുമാവ കിടന്ന് ഭയങ്കര കരച്ചിൽ. പിന്നെ അവളെ നോക്കണ്ടേ, അപ്പം അത് രണ്ടും കൂടി ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. അപ്പം അത് കാരണം അതിൻ്റെ എടുത്തതൊന്നും ശരിയായില്ല. സാരമില്ല കേട്ടോ, നമുക്ക് ഇച്ചിരി പ്രാക്ടീസായി കഴിയുമ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ? ഇപ്പം ഞാനിങ്ങനെ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഒരിത്രയും ഏലക്കായും കൂടി ഇടുന്നുണ്ട് ഇതിനകത്തോട്ട്. ഞാൻ പണ്ടൊരിക്കൽ ചിക്കൻ കറി വെച്ച് ഇങ്ങനെ ചെറിയൊരു പാർട്ടിക്ക് ചിക്കൻ കറി വെച്ച് കൊടുത്തപ്പം അത് കഴിച്ചിട്ട് എല്ലാവരും എന്നോട് ചോദിച്ചു, ഇതെവിടെ നിന്നാണ് ഇതിൻ്റെ മസാല വാങ്ങിയേ? ഗരം മസാല ഉണ്ടാക്കിയതാണോ ഇത് വീട്ടിൽ? അവരൊക്കെ വാങ്ങിക്കുക ഗരം മസാല. അപ്പം ഞാനിതിങ്ങനെ ഉണ്ടാക്കും. അപ്പം എന്നോട് ചോദിക്കുക, ഇത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയതാണോ? അവർക്ക് ഭയങ്കര ഇഷ്ടമായി കറി, ചിക്കൻ കറി കഴിച്ചിട്ട്. ഇത് മൂത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാൻ പോവാണ്. എനിക്ക് വലുതായിട്ട് വർത്താനമൊന്നും പറയാൻ അറിയില്ല കേട്ടോ. വലിയ തമാശയിലുള്ള വർത്താനമൊന്നും പറയാൻ അറിയില്ല. എൻ്റെ വർത്താനമൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. ഇത്രയും മൂത്താൽ മതി. ഇനി ഇതൊന്ന് ആറിക്കഴിയുമ്പോൾ ഇച്ചിരി കൂടി ഇരുന്ന് മൂക്കുമല്ലോ. അത് ആറുമ്പോഴത്തേക്കിന് ഞാൻ ഉണ്ട് കണ്ടോ, ഒരു കപ്പ് ചായ കുടിക്കാൻ പോവുക. ഞാൻ ആ പെരുംജീരകമൊക്കെ അതേണ്ട് മസാലപ്പൊടിയായിട്ടുണ്ട് കേട്ടോ. ഗരം മസാല നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിലിങ്ങനെ ഉണ്ടാക്കുവാണെന്ന് വരികിൽ വിഷമൊന്നുമില്ലാതെ നമുക്കത് കിട്ടും. മായമൊക്കെ ചേരാത്ത പൊടി. അപ്പം എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.